അപ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവിക്കാനായിട്ട് ഭൂമിയുള്ളത്. അപ്പോൾ പറ്റികൾക്കും നാൽക്കാലികൾക്കും ഒക്കെ ഇതിനെ നടക്കണം, ഓടണം. നമ്മൾ അങ്ങോട്ട് ചെല്ലാണ്ടൊരു സാധനം നമ്മളങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ പട്ടി ആ വിഷം വെച്ച് അവിടെ കിടന്നിട്ട് അത് കിടന്നോടത്ത് കിടന്ന് ഇരിക്കാൻ പറ്റുന്ന അതിന് കണ്ണൊക്കെ ഉറുമ്പ് കടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ വരുമ്പോൾ അതൊരു നമ്മൾക്ക് മനുഷ്യത്വമുള്ളവർക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. വിഷം തിന്ന 2 നായകൾ അവശ നിലയിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ് ദിവസങ്ങളായി. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ കണ്ണില്ലാത്ത ക്രൂരതയ്ക്കെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അകമല ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കും വനം വകുപ്പിനും പോലീസിനും പരാതി നൽകി. ഇവിടെ ഏകദേശം ഒരു ആഴ്ചയായി മാംസത്തിൽ വിഷം വെച്ചിട്ട് പട്ടികളെ കൊല്ലുകയാണ്. 12 പട്ടിയായി ഇപ്പോൾ ചാവുന്നു. ആരാണ് ചെയ്യണത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാടത്ത് മുഴുവൻ മാംസ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. അത് കഴിച്ച് വന്നിട്ടാണ് നായക്ക് ഇങ്ങനെ അസ്വാസ്ഥ്യം കാണുന്നതും. ഒരു മുഴുവൻ ഇവിടെ കിടക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ തീർച്ചയായും ഈ മാംസ കഷ്ണങ്ങൾ കാക്ക എടുത്തു കൊണ്ടുവന്ന് മുഴുവൻ ഓപ്പൺ കിണറുകളാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഓപ്പൺ കിണറിൽ ആൾമറ ഇല്ലാത്ത ഈ കിണറിൽ ഒന്നാലെ നായ വന്ന് വീഴുകയോ അതല്ലാന്നുണ്ടെങ്കിൽ കാക്ക കൊടുന്ന് ഈ മാംസ കഷ്ണങ്ങൾ കൊടുന്നിടുകയാണെങ്കിൽ ആളുകൾക്ക് വരെ മരണം സംഭവിക്കാൻ പോകും. അപ്പോൾ ഇത് ഞാൻ പഞ്ചായത്ത് മുനിസിപ്പൽ സെക്രട്ടറിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇനിയിപ്പോൾ പോലീസിനെ കൂടി ഞാനൊരു പരാതിയായിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടനവധി ആളുകൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ ഇവിടെ കള്ളന്മാരുടെ ശല്യമുണ്ട്, ഒപ്പം തന്നെ സാമൂഹിക വിരുദ്ധരുടെ ശല്യങ്ങളുണ്ട് ഇവിടെ. ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ട നടപടി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിഷം പുരട്ടിയ ഇറച്ചി കഷ്ണങ്ങൾ പ്രദേശത്തെ പാടശേഖരങ്ങളിൽ വ്യാപകമായി വിതറിയ നിലയിലാണ്. ഇവ ഭക്ഷിച്ച തെരുവു നായ്ക്കളിൽ പലതും അവശനിലയിലായി മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്. പ്രദേശത്തെ ഭൂരിഭാഗം കിണറുകളും തുറസായവയാണ്. കാക്കകളും മറ്റു പക്ഷികളും ഇവയെല്ലാം കൊത്തി കിണറ്റിലിട്ടാൽ കുടിവെള്ളം പോലും വിഷലിപ്തമാകും. ഇതാണ് പ്രദേശവാസികളെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. മേഖലയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഇങ്ങനെ കിടക്കുന്ന ഈ ഇറച്ചി കഷ്ണങ്ങൾ നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം കുടിച്ച ഈ അനുഭവമാണ് നമുക്ക് വരാൻ പോണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇതിനുള്ളൊരു നടപടി എടുത്തിട്ട് അത് ഒഴിവാക്കി തരികയെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിലാണ് ഒരു 10-12 എണ്ണം ചാവണത്. അത് ഒരു ഒറ്റയടിക്ക് ചാവല്ല, ദിവസം 2 ഒരെണ്ണം വെച്ചിട്ടാണ് കറക്റ്റായിട്ട് ഒരു ഓർഡർ പ്രകാരമാണ് ചാവണത്. അതാ രസം. അപ്പോൾ അതൊരു ആസൂത്രിതമായിട്ട് ആരും ചെയ്യണ മാതിരി തന്നെ തോന്നുന്നുണ്ടേ. പിന്നെന്ന് പറഞ്ഞാൽ ഇവർ ഈ നായ്ക്കളെ ഉപദ്രവിക്കണമെന്ന് പറയണത് ഒരു 9 മണിക്ക് ശേഷം, രാത്രി 9 മണിക്ക് ശേഷം കുറയ്ക്കാറുണ്ട്. അതിപ്പോൾ നായ്ക്കളുടെ സ്വഭാവമല്ലേ. പകല് ഒരാൾക്കും ശല്യം ഉണ്ടാക്കാറില്ല, അവിടെ അവിടെ ചോദിക്കുന്നവരും പറയാറില്ല. രാത്രിക്ക് ശേഷമാണ് ഈ പട്ടികൾ കുറയ്ക്കണമെന്നൊക്കെ പറയണത്. അതിപ്പോൾ നമ്മളെ എൻ്റെ ഒരു അറിവിലെന്താ വെച്ച് കഴിഞ്ഞാൽ അവറ്റേനെ ഉപദ്രവിക്കണം, അവറ്റയുടെ നേരെ കുറയ്ക്കണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. നമുക്ക് മാത്രമല്ല, ഇവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അടിയന്തരമായി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. VCV ന്യൂസ്, വടക്കാഞ്ചേരി. ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ. പ്രമുഖ കമ്പനികളുടെ മിക്സി, ഗ്യാസ് സ്റ്റൗ, പ്രഷർ കുക്കർ, സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, BLDC ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. SK ട്രേഡിംഗ് ഹോം അപ്ലയൻസസ്, ഫയർ സ്റ്റേഷന് സമീപം, കുന്നംകുളം റോഡ്, ഓട്ടുപാറ. കോൺടാക്ട് 9744 112205.